الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس، أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. അള്ളാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകളെ, ഉടമസ്ഥനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനും അതിൽ കൂടി ദുനിയാവിലും നാളെ ആഖിറത്തിലും വിജയം കരസ്ഥമാക്കുവാനും ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളിൽപ്പെട്ട മനുഷ്യൻ എന്ന സൃഷ്ടിയെ, അല്ലെങ്കിൽ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ അൽ ഇൻസാൻ എന്ന പേരിൽ ആദരിക്കപ്പെട്ട സൃഷ്ടിയെ, അല്ലെങ്കിൽ ബനൂ ആദം എന്ന പേരിൽ അള്ളാഹു വിശദീകരിച്ച ഇരുകാലികളായ ജീവികളെ, ഞാനും നിങ്ങളും മനുഷ്യനല്ലാത്ത മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കിയത് അഖ്ല് കൊണ്ടാണ്, ബുദ്ധി കൊണ്ടാണ്. അഖ്ലെന്ന് പറഞ്ഞാൽ കാര്യങ്ങളെ വേർതിരിച്ചു മനസ്സിലാക്കാനുള്ള കഴിവ്. നല്ലതേതാണ്, ചീത്ത ഏതാണ്, ദീനിന്റെ കാര്യമായാലും ദുനിയാവിന്റെ കാര്യമായാലും ഉപകാരമുള്ളത് ഏതാണ്, ഉപദ്രവകാരിയായിട്ടുള്ളത് ഏതാണ്, ഇത് മനുഷ്യന് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതാണ് മനുഷ്യനെയും നാൽക്കാലികളെയും വേർതിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ മനുഷ്യനെയും അതല്ലാത്ത മറ്റ് ജീവജാലങ്ങളെയും നാൽക്കാലികളെയും പരിശോധിച്ചാൽ കൈകാലികൾ ഒരുപോലെ ഉണ്ടാവും, ആകൃതിയും രൂപത്തിലും വ്യത്യാസം ഉണ്ടാവും. പക്ഷെ കൈകളുണ്ട്, കാലുകളുണ്ട്, ചെവിയുണ്ട്, കണ്ണുണ്ട്, തലച്ചോറുണ്ട്, ശരീരത്തിൽ എല്ലുകളുണ്ട്, ഞരമ്പുകളുണ്ട്, ഇറച്ചിയുണ്ട്, രക്തമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ വ്യത്യസ്തമാക്കുന്ന ഏക സംഗതി മനുഷ്യന് അവന്റെ ബുദ്ധി കൊണ്ട് കാര്യങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുമെന്നതാണ്. അതാണ് അല്ലാഹു ഇൻസാന് നൽകിയ ആദരവും ബഹുമാനവും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വലഖദ് കറംനാ ബനി ആദം. ലാമും ഖദും വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾക്ക് അതിന്റെ അവതരണ ശൈലിയിലും വാക്കുകളുടെ ഉപയോഗത്തിലും പ്രത്യേകതയുണ്ട്. ഖുർആൻ നമ്മൾ സാധാരണ കാണുമ്പോഴത്തെ ഒരു ഗ്രന്ഥമല്ല.
അതുകൊണ്ടാണ് ഇന്ന് 2024 ഈ തീയതി വരെ പരിശുദ്ധ ഖുർആനിന്റെ ഒരു അക്ഷരത്തിനു പോലും മറുപടി പറയാൻ നിഷേധികൾക്ക് സാധിക്കാത്തത്. കഴിയൂല. സാധ്യമേ അല്ല. വെറുതെ ഇങ്ങനെ ആൾക്കാർ പറയും ഖുർആൻ ആ തെറ്റുണ്ട്, ഈ തെറ്റുണ്ട്, അതങ്ങനെ ഇതിങ്ങനെ, അതെല്ലാം വെറുതെ നാമോണ്ട് പറയും. അവരുടെ മനസ്സ് പറയുന്നുണ്ടാവും നമ്മൾ ഈ പറയുന്നത് വെറും ബുദ്ധികേടാണ്. കഴിയില്ല. അതിന്റെ അവതരണ ശൈലി വരെ മഹാത്ഭുതമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനുമായി അടുക്കുന്തോറും ആളുകൾക്ക് കാര്യം ബോധ്യപ്പെടുന്നത്. യൂറോപ്പിന്റെ രാജ്യങ്ങളിൽ അവിടെയുള്ള ഭരണാധികാരികൾ പുറപ്പെടുവിച്ചൊരു ഉത്തരവ്, ഒരു കൽപ്പന, ഇനി അങ്ങോട്ട് പരിശുദ്ധ ഖുർആനിനെ വിമർശിക്കുന്ന പ്രസംഗങ്ങളോ എഴുത്തുകളോ കവനപ്രസംഗങ്ങളോ പാടില്ല. അത് ഖുർആനോട് ഇഷ്ടമായിട്ട് പറഞ്ഞല്ല. ഖുർആൻ ലോകരുടെ മുന്നിൽ അതിമഹത്തായ വഴി കാണിക്കുന്ന ഒരു വേദഗ്രന്ഥമാണ് എന്ന ബോധത്തിൽ പറഞ്ഞല്ല. കാരണം ആളുകൾ വിമർശിക്കും തോറും, എതിർക്കും തോറും, നിഷേധിക്കും തോറും അക്കലുള്ളവൻ അതിന്റെ ഉള്ളു മനസ്സിലാക്കുക. അവനിങ്ങനെ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുക. യൂറോപ്പിന്റെ തെരുവീഥികളിൽ പരിശുദ്ധ ഖുർആനിന്റെ കോപ്പികൾ ഉയർത്തിപ്പിടിച്ച് അള്ളാന്റെ വൈജ്ഞാനികത്തിലേക്ക് പ്രവേശനം ചെയ്യുന്ന വെള്ളക്കാര് വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് എനിക്കും നിങ്ങൾക്ക് തിരിഞ്ഞില്ല. ജനിച്ച പിറ്റന്ന് തൊട്ട് കാണുന്ന ഈ ഗ്രന്ഥത്തിന്റെ ഉള്ളിലുള്ളത് എന്താ നമുക്ക് മനസ്സിലായില്ല. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഈ പറഞ്ഞ വാക്ക് വലഖദ്, ലാമ് തഅകീദിനുള്ളതാണ്. തീർച്ചയായും എന്ന് പറയാം. ഖദ്, അതും തീർച്ചയായും പറയാനുള്ളതാണ്. ഇത് രണ്ടും ഒരുമിച്ച് അള്ളാഹു ഉപയോഗിച്ചത് തീർച്ചയിൽ തീർച്ച. ആദമിന്റെ മക്കളെ നാം ബഹുമാനിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഇസ്രാഈലിന്റെ 70-ാമത്തെ ഈ ആയത്തിന്റെ തഫ്സീർ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അതിൽ ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് കൊണ്ടുവന്നിട്ടുള്ള ചില ഉദ്ധരണികൾ എന്താണെന്നറിയോ? മലക്കുകളെക്കാളും ആദരിക്കപ്പെട്ടവരാണ് ബനൂ ആദം. നാളെ ഖിയാമത്ത് നാളിൽ മലക്കുകളെക്കാൾ വലിയ സ്ഥാന ബഹുമതികൾ നൽകപ്പെടുന്നവർ ബനൂ ആദം. അതിനൊരു പ്രത്യേകത എന്താണെന്നറിയോ? മലക്കുകൾ അഖിലുകൊണ്ട് ചിന്തിക്കുകയോ ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങളെ വേർതിരിച്ച് കാണുകയോ ചെയ്യുന്ന ആൾക്കാരല്ല. അവർക്കതില്ല. അവർക്ക് ആ ശരീരത്തില്ല. അവർ നിർബന്ധിതരായി ഇന്ന കാര്യം ചെയ്യണം എന്ന് കൽപ്പിക്കപ്പെട്ട് സൃഷ്ടിക്കപ്പെട്ടവരാ. ഉദാഹരണത്തിന് അല്ലാഹുവിന്റെ മലായികത്തിന്റെ കൂട്ടത്തിൽ ചില മലക്കുകളുണ്ട്. അവരുടെ ജോലി നമ്മളുടെ നന്മ തിന്മകൾ എഴുതലാണ്. നമുക്ക് പരിചയമുള്ള മലക്ക്. അല്ലെങ്കിൽ റൂഹിനെ പിടിക്കുന്ന മലക്കുൽ മൗത്ത്, അതല്ലെങ്കിൽ കാറ്റ്, മഴ, ഇടി, മിന്നൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മീകായിൽ, സൂര്യനൂലുന്ന ഇസ്രാഫീൽ. അവരുടെ ജോലി അത് മാത്രമാണ്. വേറെ ഒന്നിനെ പറ്റി അവർ ചിന്തിക്കൂല. വേറെ ഒരു ചിന്ത അവരെ അലട്ടൂല്ല. അവരെന്ത് ചെയ്യും? വേറൊരു പരിപാടി അവർക്കില്ല. സൃഷ്ടിപ്പിൽ തന്നെ അല്ലാഹുവിനുള്ള അനുസരണയും വിധേയത്വവും അള്ളാഹു അവരിൽ നിക്ഷേപിച്ചിരിക്കും. മനുഷ്യരങ്ങനെയല്ല, ശഹവത്തുള്ളവരാണ്. അതുകൊണ്ട് മലായികത്തിനേക്കാളും ഉന്നതർ ബനൂ ആദമാണ്. അതിന്റെ പ്രധാന കാരണം അവർക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന അഖിലാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, നാം അവർക്ക് കൊടുത്ത ബുദ്ധിയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? കരയിലും കടലിലും സഞ്ചരിക്കുവാനുള്ള വാഹനങ്ങളും നാം അവർക്ക് നൽകിയിരിക്കുന്നു. മനുഷ്യൻ കണ്ടുപിടിച്ചതാ. അള്ളാഹു തന്ന ഈ സംവിധാനം ഉപയോഗിച്ച്, ബുദ്ധി ഉപയോഗിച്ച് മനുഷ്യൻ കണ്ടെത്തിയതാ. തിരമാലകൾ ആർത്തരിക്കുന്ന സമുദ്രത്തിലൂടെ കപ്പലുകൾ സഞ്ചരിക്കുന്നത് ബനൂ ആദമിന്റെ അഖിലുമായി ബന്ധപ്പെട്ടതാണ്. ബഹിരാകാശത്തേക്ക് മനുഷ്യനെയും പേരിക്കൊണ്ട് പേടകങ്ങൾ വളർത്തുന്നത് മനുഷ്യന്റെ അഖിലുകൊണ്ട്, അള്ളാഹു കൊടുത്തിരിക്കുന്ന അഖിലുകൊണ്ട്. മാത്രമല്ല നാം അവർക്ക് ഭക്ഷിക്കുവാൻ ത്വയ്യിബാത്തുകളെയും നൽകിയിരിക്കുന്നു. പരിശുദ്ധമായ വസ്തുക്കളെ എന്ന് പറഞ്ഞാൽ അഖിലുള്ള മനുഷ്യൻ ത്വയ്യിബാത്തിനെയും ഖബീസാത്തുകളെയും വേർതിരിച്ചറിയും. അവർക്ക് എന്താ തിന്നാൻ പറ്റിയത്, എന്താണ് തിന്നാൻ പറ്റാത്തത്. അവരുടെ ആരോഗ്യം ഏതിലാണ്, അനാരോഗ്യം, രോഗം ഏതിലാണ്.
ഏതുമായി ബന്ധപ്പെട്ടൂടാ, ഏതുമായിട്ട് ബന്ധപ്പെടാം, ഇതറിയുന്ന തരത്തിൽ ബുദ്ധി കൊടുത്ത് നാം അവനെ ബഹുമാനിച്ചിരിക്കും. നാം സൃഷ്ടിച്ച മറ്റു ജീവജാലങ്ങളിൽ മഹാഭൂരിപക്ഷം ജീവികളെക്കാളും നാം അവനെ ഉന്നതനാക്കുകയും ചെയ്തിരിക്കുന്നു. അതെ, ഈ ഞാനും നിങ്ങളും അഖ്ലി എന്ന അനുഗ്രഹം നൽകപ്പെട്ട ബഹുമാനിക്കപ്പെട്ട ഒരു വിഭാഗമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ ബാധകമാകുന്നത്, മുകല്ലഫായി മാറുന്നത് അഖ്ലുള്ളവൻ മാത്രമാണെന്ന് പറയാൻ കാരണം. മുകല്ലഫ് എന്ന് പറഞ്ഞാൽ തൗഹീദ് നിർബന്ധമാകുന്നത് ആർക്കാണ്? 5 നേരത്തെ നിസ്കാരം നിർബന്ധമാകുന്നത് ആർക്കാണ്? അങ്ങനെ ഓരോ കൽപ്പനകളും പരിശോധിച്ചാൽ അത് നിർബന്ധമാവാനുള്ള ഷർത്തുകളിൽ ഒന്ന് അഖ്ലാണ്, ബുദ്ധിയാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റൂഫിഅൽ ഖലമു അൻ സലാത്ത്. 3 ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു. അവർക്ക് മലക്കളൊന്നും എഴുതൂല. ഒരാള് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പുള്ള കുട്ടിപ്രായത്തിലുള്ളവർ. തിന്മ ചെയ്താലും നന്മ ചെയ്താലും അവർക്ക് എഴുതുന്ന പരിപാടിയില്ല പ്രായപൂർത്തിക്ക് മുമ്പ്. ഉറങ്ങിപ്പോയ ഒരാൾ ഉണരുന്നത് വരെ എഴുതുന്ന പരിപാടിയില്ല. മുകല്ലഫല്ല, ഉറക്കത്തിലാണ്. ഉറങ്ങിപ്പോയവൻ ഉറക്കം അഭിനയിക്കുന്നവരല്ല. മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. മൂന്നാമത്തെയാണ് ബുദ്ധി നഷ്ടപ്പെട്ട് ഭ്രാന്തനായവൻ. അവന്റെ ബുദ്ധി തിരിച്ചു വരുന്നത് വരെ മുകല്ലഫല്ല. നിസ്കാരമില്ല, ഷഹാദത്തില്ല, ഒരു ഇസ്ലാമിന്റെ ഒരു നിയമവും ബാധകവും അല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇവിടെ പരിഗണിക്കുന്നത് അഖ്ലിനെയാണ്. മാത്രമല്ല, പരിശുദ്ധ ഖുർആനിന്റെ ചില സ്ഥലങ്ങളിൽ അള്ളാഹു തന്നിരിക്കുന്ന ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങളെ ചിന്തിച്ച് മനസ്സിലാക്കി നേർവഴിക്ക് നടക്കുന്നവരെ പ്രശംസിച്ചു. അവരെ പറ്റി നല്ല വാക്ക് പറഞ്ഞു. അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. നിന്നും ഇരുന്നും കിടന്നും അല്ലാഹുവിനെ സ്മരിക്കുന്ന ചിലർ. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ ചിന്തിക്കുകയും ചെയ്യുന്നവർ. എന്നിട്ട് അവർ പറയും, അല്ലാഹുവേ, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന് മനുഷ്യനെ മനസ്സിലാവുള്ളൂ. ആകാശം പോക്കും നോക്കും, മനുഷ്യനും നോക്കും. പക്ഷെ ആകാശം എന്തെന്നുള്ളത് പോക്കിന് തിരിയില്ല. ബനുഹാസിന് മാത്രമേ മനസ്സിലാവുള്ളൂ. ദുനിയാവിലെ സംവിധാനങ്ങൾ താൽക്കാലികം കാണുന്നുണ്ട്, നമ്മളും കാണുന്നുണ്ട്. പക്ഷെ അത് മനസ്സിലാവില്ല മനുഷ്യർക്ക് മാത്രം, ബുദ്ധിയുള്ളവന് മാത്രം. അവരെ അല്ലാഹു പ്രശംസിച്ചു. എന്നാലോ ബുദ്ധിയെ സ്വയം മരവിപ്പിക്കുന്ന ചില ആളുകളുണ്ട്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇത് ഉപയോഗിക്കാത്തവർ എന്ന് പറഞ്ഞാൽ നാൽക്കാലികൾക്ക് സമാനമായ ജീവിതം ദുനിയാവിൽ സ്വയം സെലക്ട് ചെയ്തവർ. അവർക്ക് ചിന്തിക്കുന്ന പരിപാടി ഉണ്ടാവും. ചിന്തിക്കാൻ അവർക്ക് സമയം കിട്ടില്ല. അവരെ അല്ലാഹു ആക്ഷേപിച്ചു പരിശുദ്ധ ഖുർആനിൽ. ഭൂമിയിലുള്ള ജീവജാലങ്ങളിൽ ഏറ്റവും വൃത്തികെട്ട വർഗം നാം അവർക്ക് നൽകിയ ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കാതെ അന്ധരായി, ബധിരരായി, കേൾക്കാത്ത കാണാതെ എങ്ങനെയോ ജീവിക്കുന്നവർ ഈ ഭൂമിയിലെ ഏറ്റവും വെറുക്കപ്പെട്ടവരാണ്. ആ കൂട്ടത്തിൽ പെട്ടൂടാ, അല്ലാഹുവാകട്ടെ. എന്ന് മാത്രമല്ല, നൽകപ്പെട്ടതിന് ശേഷം, ബുദ്ധി നൽകപ്പെട്ടതിന് ശേഷവും അതിനെ ഉപയോഗപ്പെടുത്താതെ നാൽക്കാലികളെ പോലെ ജീവിക്കുന്നവരെ അല്ലാഹു ആക്ഷേപത്തിന്റെ അങ്ങേറ്റം പറഞ്ഞു. അവന് മനുഷ്യരെന്ന് വിളിക്കാൻ കൊള്ളാത്തവരാണ്. അവന് മനുഷ്യരെന്ന് വിളിക്കാൻ കൊള്ളാത്തവരാണ്. അവന് നാൽക്കാലികളെ പോലെയാണ്. ആദ്യ പോത്തി, എരിമ പോലെയുള്ള ജീവികളെ പോലെ. അല്ലല്ല, അവര് നാൽക്കാലികളെ പോലെയല്ല. നാൽക്കാലികൾക്ക് നൽകപ്പെട്ടിട്ടില്ല എന്നൊരു സമാധാനമുണ്ട്. പക്ഷെ ഇവൻ കൊടുത്തതിന് ശേഷവും ഉപയോഗിക്കാത്തവനാണ്. അവരെ കാണുമ്പോൾ നിർബന്ധിച്ചവരാണ്. അത് അല്ലാഹു പറയാൻ കാരണം ഞാനും നിങ്ങളും അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ എന്ന ഉത്കൃഷ്ട സൃഷ്ടി
അവർ അള്ളാഹു ബഹുമാനാർത്ഥം നൽകിയിരിക്കുന്ന ബുദ്ധിയെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവനാണ്. അതിന് അപകടം സംഭവിക്കുന്ന, അതിന് പോരായ്മകൾ വരുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെടുക എന്നുള്ളത് അള്ളാഹു തന്ന അനുഗ്രഹത്തെ, ആദരവിനെ നശിപ്പിക്കുന്നതിന് തുല്യമാണ്. അത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ കടുത്ത അപരാധമാണ്, തെറ്റാണ്, പാപമാണ്, ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ദീനുൽ ഇസ്ലാം കള്ള് ഹറാമാക്കിയത്. അതിന്റെ രസം, രുചി എന്താ നമുക്കറിയില്ല. രുചിപ്പിക്കാതെ അള്ളാഹു ദുനിയാവിൽ കാക്കട്ടെ. പക്ഷെ രുചി അറിയാനുള്ള കള്ള് നാളെ ആഖിറത്തിലുണ്ട്. ചില ആൾക്കാർ പറയും, ഏത് സ്വർഗത്തെ പറ്റിയാ നിങ്ങൾ ഈ പറയുന്നത്? കള്ളിന്റെ പുഴയുള്ള സ്വർഗം. അപ്പൊ നിങ്ങൾ റബ്ബ് കണ്ടുപിടിപ്പിക്കുന്ന ആളാ? അത് ചോദിക്കുന്നവന് തിരിയില്ല. അതാ ചോദിക്കുന്നവന് തിരിയില്ല. ദുനിയാവിൽ എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, എനിക്കെല്ലാം ചെയ്തു തരുന്ന, ഉറങ്ങിക്കിടക്കുമ്പോഴും ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്ന എന്റെ റബ്ബ് എന്നോട് പറഞ്ഞു, ദുനിയാവിൽ നീ കുടിക്കണ്ട. അനുസരണയുള്ള, ബുദ്ധിയുള്ള, വിവേകശേഷിയുള്ള അടിമ പറഞ്ഞു, ഇല്ല റബ്ബേ ഇല്ല, ഞാൻ രുചിക്കാനും തൊടാനും തയ്യാറില്ല. അപ്പൊ റബ്ബ് പറഞ്ഞു, എന്നാൽ അതിന്റെ സമ്മാനമായി ഞാൻ നിനക്ക് നാളെ ആഖിറത്തിൽ കുടിപ്പിച്ചുതരാം. അതിനെന്താ തെറ്റ്? അത് സമ്മാനമാണ്. യൗമുൽ ജസാ, യൗമുൽ ജസാ, പ്രതിഫലത്തിന്റെ ദിവസം. ഫീഹാ അൻഹാറുൻ മിൻ ഖംറിൻ ലദ്ദത്തിൻ ലിശ്ശാരിബീൻ. അവിടെ മദ്യത്തിന്റെ പുഴകളുണ്ട്, ലദ്ദത്തുണ്ട്, കുടിക്കുന്നവർക്ക് രസമുണ്ട്. പക്ഷെ അവന്റെ ബുദ്ധി അവിടെ നശിക്കൂല. അതാ കള്ളിന്റെ പ്രത്യേകത. ദുനിയാവിലെ ഖംറ് മനുഷ്യന്റെ അഖിൽ നിന്ന് നശിപ്പിച്ചു കളയുന്ന സംഗതിയാണ്. അതുകൊണ്ട് ദീനുൽ ഇസ്ലാം അതിനെ ഹറാമാക്കിയത്. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ, കള്ളുകുടിയന്മാരായ ഉമ്മത്തിനെ അല്ലാഹു കാക്കട്ടെ, യുവാക്കളെ അല്ലാഹു കാക്കട്ടെ, യുവതികളെയും അല്ലാഹു കാക്കട്ടെ. ദുനിയാവ് എവിടെ എത്തിയെന്നറിയോ? ബീറിന്റെ കുപ്പി കയ്യിൽ പിടിച്ച് തെരുവീതിയിൽ നിന്ന് കറങ്ങുന്നത് ഇസ്ലാമിന്റെ തറവാട്ടിൽപ്പെട്ട പെൺകുട്ടികളാണ്. അത് പിറകിന്ന് നോക്കി പല്ലരിച്ച് ചിരിക്കുന്ന ചൂട പലിശകളുണ്ട്. അത് ഈ നേരത്തെ ഉപ്പാക്കും ഇപ്പോഴും തിരിയാറായിട്ടില്ല. കള്ളുകുടിച്ച് ലക്കി കെട്ടുന്ന ആൾക്കാരുകളെ പോലും നാണിപ്പിക്കും വിധത്തില് ബർത്ത്ഡേ പാർട്ടികളിൽ, അതേപോലെ തന്നെ കോളേജ് ഡേകളിൽ തകർത്ത് തിമിർത്താറുള്ള ഇസ്ലാമിന്റെ യുവാക്കളും യുവതികളും മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ഒരുപറ്റം നാൽക്കാലികളാകുന്ന മാതാപിതാക്കൾക്ക് തറവാദിത്തവും ഇസ്സത്തുമായി മാറിയിട്ടുണ്ടെങ്കിൽ ഉമ്മത്ത് അത്തം നശിച്ചിരിക്കുന്നു. പിന്നെ എങ്ങനെയാ വരാണെന്നും മഴ പൊട്ടാതിരിക്കുക? നമ്മളെന്താ മഴ പൊട്ടിന്റെ കാരണം മനസ്സിലാക്കുന്നത്? ഭൗതികമായിട്ടുള്ള അസ്ബാബില് നമ്മൾ എപ്പോഴും തേടിയിട്ട് പോകുന്നത് ഭൂമിശാസ്ത്രത്തിന്റെ ശാസ്ത്രജ്ഞന്മാരുടെ ഡയലോഗുകളിലേക്ക്. അവരെന്ത് പറയുന്നു? എങ്ങനെയാ മഴ പൊട്ടുക? എങ്ങനെയാ കുന്ന് പൊട്ടുക? എങ്ങനെയാ ഇത്ര വലിയ പാറക്കെട്ടുകൾ മലവെള്ളപ്പാട്ടിൽ വന്ന് ഒരു നാടിനെ മുഴുവനും കശക്കി എറിയുക? മുസ്ലിം ഉമ്മത്തിന് ഒറ്റ മറുപടിയേ ഉള്ളൂ. മലമുകളിൽ വെച്ച് മനുഷ്യൻ നാൽക്കാലിയേക്കാളും മതം പഠിക്കുമ്പോൾ ആ പർവ്വതത്തിലെ പോലീസത്തിനെ പേടിച്ചതാ. അത് അല്ലാഹുവിനെ പേടിച്ചിട്ട് പൊട്ടിത്തെറിച്ചതാ. അപ്പോഴും മനുഷ്യൻ തിരിഞ്ഞില്ല, അപ്പോഴും മനസ്സിലായില്ല. ഇത് കണ്ടതിലും കേട്ടതിലും അനുഭവിച്ചതിലും ശേഷവും 50,000 ചെക്ക് കൊടുത്ത് 16 വയസ്സുള്ള മകളെ ആ കുന്നിന്റെ മോനേക്ക് പൊട്ടനായ പിതാവ് പിന്നെയും അയച്ചു. ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കാൻ കൂട്ടുകാരുടെ കൂടെ തണുത്ത് വരവിക്കുന്ന മലയുടെ മുകളിലേക്ക്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, നാൽക്കാലികൾ. ഇല്ല പ്രിയപ്പെട്ടവരെ, കള്ളുകുടിയന്മാർ എന്തൊക്കെ ദോഷങ്ങൾ ഈ ഉമ്മത്തിനുണ്ടാക്കി, കള്ളുകുടിയന്മാർ എന്തൊക്കെ ദോഷങ്ങൾ ഈ ഉമ്മത്തിനുണ്ടാക്കി. എത്ര മാതാപിതാക്കളാ കരഞ്ഞത്, എത്ര മാതാപിതാക്കളോ പ്രിയപ്പെട്ടവരെ ചോരത്തുള്ളി കൊണ്ട് ഇന്നും കരയുന്നത്, എത്ര കുടുംബങ്ങളോ വലിയാധാരമായത്, എത്ര പെൺകുട്ടികൾ വീട്ടിന്റെ അടുക്കളയിൽ കിടന്ന് ജീവിതം തീർക്കുന്നു. ഒരൊറ്റ ബോധം നിലവിൽ അള്ളാഹു ഒരു കാര്യം ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിറകിൽ അപകടമുണ്ട്, അപകടമുണ്ട്. അള്ളാഹു പറഞ്ഞ പരിശുദ്ധ ഖുർആനിൽ, നിങ്ങൾ തുടരുത്, നിർത്താനായിട്ട് നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കും, നിങ്ങളെ കുടുംബ ജീവിതം നശിപ്പിക്കും.
നിങ്ങളെ നാടിനെ നശിപ്പിക്കും, നിങ്ങളെ നാടിന്റെ സംസ്കാരം നശിപ്പിക്കും. ഇല്ലേ? വലിയ തറവാട്ടിൽ ജനിച്ച ആൾക്കാര്, പൈസയുണ്ട്, പേരുണ്ട്, പെരുമയുണ്ട്, പ്രശസ്തിയുണ്ട്, കണ്ണു കുടിച്ച് നെക്കി കെട്ടുന്ന ആൾക്കാരികളെ പോലെ കിടന്ന പാടുകളെ പോലെ എഴുതുന്ന കാഴ്ച അത് സമുദായത്തിന് നാണക്കേടാണ്. അത് ഉണ്ടാക്കിയത് ഒരു 200 മിനിറ്റ് കുപ്പിയാണ്. അതുകൊണ്ട് അല്ലാഹു ഹറാമാക്കിയത്. നിങ്ങളെ ബുദ്ധി അത് നശിപ്പിക്കും, നിങ്ങളെ നാൽക്കാലികളെക്കാളും തരം താണവരാക്കും. പിന്നെ അയാൾക്ക് എന്ത് ഇജ്ജത്തായി ദുനിയാവിൽ ഉണ്ടാവും? ആ മാതാപിതാക്കൾക്ക് സമൂഹത്തിന് തലയുയർത്തി പിടിച്ച് നിൽക്കാൻ പറ്റുമോ? കണ്ണുകൂടി എന്റെ ഉപ്പ, ആ കണ്ണുകൂടി എന്റെ ഉമ്മ, അതാ കണ്ണുകൂടി എന്റെ കുടുംബം, ഇതിനേക്കാളും നരകത്തിൽ എന്ത് വിശേഷണമാ ഒരു കുടുംബത്തിന് പറയാനുള്ളത്? ഏതെങ്കിലും ഒത്തിനായിരിക്കും കുടിക്കുക, ആ കുടുംബത്തിന്റെ സകല പേരും അതിന്റെ അപമാനം പോരേണ്ടി വരും. തിന്മ. പ്രിയപ്പെട്ടവരെ, എത്ര ഭാര്യാഭർത്തക്കന്മാരെ പിരിഞ്ഞു പോയത്, എത്ര തലാഖിനായി ഇതിന്റെ പേരിൽ സംഭവിച്ചത്, എത്ര പെൺകുട്ടികൾ വഴിയാകാരമായി, ഏതോ പാപ്പ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് 18-20 വയസ്സ് വരെ മുത്തുപോലെ വളർത്തിയ പെൺകുട്ടികൾ ഈ ചെറുപ്പക്കാരനെ പുറമെ കണ്ട് വിശ്വസിച്ചു പോയി. ഈ ചതിയനെ, ഈ വഞ്ചകനെ, എന്റെ മോളെ നോക്കിക്കോളൂ, ഇവൻ എന്റെ മോളെ സംരക്ഷിച്ചോളൂ. ആ ബാപ്പയെ മനസ്സിൽ നിറച്ച് സ്നേഹം കൊടുത്ത് വിശ്വാസം വർദ്ധിച്ച് കൈപിടിച്ചേൽപ്പിച്ചിട്ട് എന്റെ മോളെ ഞാൻ നിന്റെ ഇണയാക്കി തന്നു. ആ പാവ അറിഞ്ഞില്ല ഈ ചതിയൻ കണ്ടുകൂടിയനാണ്. ആ പാവത്തിന് അറിയില്ല 18 വയസ്സ് വരെ ഈർക്കിൽ കൊണ്ടുപോലെ മോടിക്കാത്ത എന്റെ മോളെ ഇവൻ കണ്ടുപിടിച്ചു പോത്തിനെ പോലെ വന്ന് എന്റെ മോളെ ചവിട്ടി മെതിക്കുകയാണ് എന്ന്. ചതിയന്മാർ, വഞ്ചകന്മാർ, ക്രൂരന്മാർ. അതുണ്ടാക്കിയത് അള്ള തന്ന അക്കില് കേടുവരുത്തുന്ന സാധനം ഉള്ളു പോയപ്പോഴാണ് തുറന്നതാമുണ്ടാ പറഞ്ഞത്. ആ പാവം പെണ്ണ് ചിലപ്പോൾ ക്ഷമിക്കും, സഹിക്കും. എന്തിനറിയോ? എന്റെ മക്കളെ ഉപ്പല്ലേ, എന്റെ മക്കളെ ഉപ്പല്ലേ. അവാർഡ് കൊടുക്കണം പെണ്ണിന്, കള്ളുടിയന്മാരെ ഭാര്യമാർക്ക് ഓസ്കാർ കൊടുക്കണം, കള്ളുടിയന്മാരെ ഭാര്യമാർക്ക്. പക്ഷെ അതിലും ഒരു പരിധിയുണ്ട്. അതേ കുടുംബ കോടതിയുടെ വരാന്തകളിൽ ചോര പൈതലിനെ കൈമലി വെച്ച് കറങ്ങുന്ന യുവതികൾ ഇന്നും നമ്മുടെ മുമ്പിൽ കാഴ്ചക്കാരായിട്ടുണ്ട്. അഡ്വക്കറ്റുമാരുണ്ടല്ലോ, ചോദിച്ചു നോക്കി എത്ര വരുന്നുണ്ടാവും കുടുംബ കോടതിയിലെ കേസ്. എന്താ കാര്യം? കുടിയൻ എന്ന് പറഞ്ഞാൽ അള്ള ബഹുമാനിച്ചുകൊണ്ട് നൽകിയ ബുദ്ധിയെ പൈസ കൊടുത്ത് നശിപ്പിച്ച നാൽക്കാലി. അവന്റെ മക്കൾക്ക് സമൂഹത്തിൽ ഇസ്സത്തുണ്ടാവോ? കള്ളുകുടിയന്റെ മക്കൾക്ക് ഇസ്സത്തുണ്ടാവോ? 25 വയസ്സായി, 29 വയസ്സായി, പുതിയ പ്രവചനത്തില്ല. ആ പാവം പെണ്ണിന്റെ തെറ്റല്ല, അവളെ നിഷ്കളങ്കയ, അവളെ തീവ്രബോധമുള്ളവരാ. പക്ഷെ കള്ളുകുടിയനായ നാൽക്കാലികളെ ഓർക്കത്ത് ഓരെ കെട്ടിക്കൂടാതെ സമുദായം തീരുമാനിച്ചാൽ അങ്ങനെ പലതും സംഭവിക്കുന്നുണ്ട്. അവസാനം ആ പെണ്ണ് ഇങ്ങോട്ട് പോകും. അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. അവളും ഒരു മനുഷ്യ സ്ത്രീയല്ലേ, ഓളൊരു മനുഷ്യ പെണ്ണല്ലേ. ഓർക്കുണ്ടാവില്ല വികാരങ്ങളും വിചാരങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും. അത് ഈ കള്ളുകുടിയനായ ഉപ്പാന്റെ പേരിൽ നിഷേധിക്കപ്പെട്ടു. ഇവനേക്കാളും വലിയ തോന്നിവാസികളാണുള്ളത്. അവന്റെ ആൺമക്കൾക്ക് പെണ്ണ കിട്ടുമോ? കള്ളുകുടിയന്റെ മോനെ പെണ്ണ കൊടുക്കുമോ? ഇസ്സത്തുള്ള അന്തസ്സുള്ള കുടുംബത്തിന്, അന്തസ്സുള്ള തറവാട്ടിന് പെണ്ണ കിട്ടുമോ? ചിലപ്പോ ഉപ്പ കുളിച്ചിട്ട് ഓടയിൽ കിടക്കുന്ന വാഴ്ച കണ്ടിട്ടുണ്ടാവും. ഇല്ല, കള്ളുകുടിയന്റെ മോന്റെ മോനെ കൊടുക്കൂല. ജീവിതം മാർഗദർശനം. ഇതൊന്നും ചിന്ത വരൂല. എന്തുകൊണ്ടറിയോ? ഇതിന്റെ ഉള്ളിലുള്ള സാധനം തീർന്നുപോയി, നമ്മളായിട്ടില്ലാണ്ടാക്കി. എത്ര മക്കളുണ്ട് നിങ്ങളുടെ വിചാരം? ഒന്ന് പുറത്തിറങ്ങി നോക്ക്, അപ്പൊ തിരിയും. അള്ളാഹു ഈ ഉമ്മത്തിനെ കാത്തി രക്ഷിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എത്ര കുടുംബങ്ങൾ ശിഥിലമായി അറിയോ? എത്ര കുടുംബങ്ങൾ, കൂടപ്പുറപ്പുകൾ ഇങ്ങനെ കഴിയേണ്ടവർ ഇനി ഇത്രയും അകന്ന് ജീവിക്കുന്നെന്ന് അറിയോ? എന്തേ കാരണം? അള്ളാഹു നിഷിദ്ധമാക്കിയ കള്ള്, ബുദ്ധിയെ നശിപ്പിക്കുന്ന സാധനം. അതെ, അത് മാത്രമല്ല, കുടുംബത്തിലും തറവാട്ടിലും സമൂഹത്തിലും ചീത്തപ്പേരുണ്ടാവുന്നത് മാത്രമല്ല, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് ഹറാമാണെന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? കള്ള് ഇല്ല. ഏത് മുസ്ലിമിനെ അറിയാത്ത കള്ള് നിഷിദ്ധമാണ്? കള്ള് കുടിക്കാൻ പാടില്ലെന്ന് അറിയാത്ത ഇസ്ലാമിൽ ഒരു അസുഖമുണ്ട്, മഅലൂൻ
ആരും പറയാതെ പ്രസംഗിക്കാതെ എല്ലാവർക്കും അറിയുന്ന സംഗതി ചില അതിൽപ്പെട്ടതാ കണ്ണുപിടിക്കാൻ പാടില്ല. എന്നിട്ടും ഒരുത്തൻ കുടിച്ചാൽ അവൻ മുർത്തത്താണ്. അങ്ങനെ ഹറാമാണ്, ചെയ്യാൻ പാടില്ല എന്നറിഞ്ഞിട്ടും ഒരുത്തൻ കിബറോട് കൂടി കുടിച്ചാൽ മുതലാളിമാരെ കല്യാണം പോലെ. അല്ലാഹു കാക്കട്ടെ. മുതലാളിമാരെ കല്യാണത്തിന്റെ തലേന്ന് രാത്രി ഇതിന്റെ സേവയാണ്. ചങ്ങായിമാര് ചോദിക്കും, മലയാള കുപ്പിയില്ലേ, 12 മണിക്ക് വന്നാൽ മതി. ഇവൻ അള്ളാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലും പറഞ്ഞെന്ന നിഷിദ്ധമാണ് തൊടരീതി എന്ന് പറഞ്ഞതിനെ കളിയാക്കി, വാക്കുകൾ പരിശുദ്ധ വഹീയെ കളിയാക്കി പരിഹസിച്ച് ചെയ്തവൻ മുർത്തദ്ദാണ്. കാരണം അവൻ ഒരു ഹുക്മിനെ നിഷേധിച്ചു. എന്നാൽ അതറിയാതെ കുടിച്ചു പോകുന്ന ചിലപ്പോൾ ഉണ്ടാവും, സാഹചര്യത്തിന് വഴങ്ങി കുടിച്ചു പോകുന്നവർ. അതുകൊണ്ടാ ഉപ്പാനോടും ഉമ്മാനോടും പറഞ്ഞത്, മക്കളെ ചങ്ങായിമാരുടെ പിറകിൽ ഒരു കൺട്രോൾ നിങ്ങൾക്ക് വേണം. മോന്റെ കൂട്ടുകാരൻ ആരാണെന്ന് ഉപ്പ അറിയണം, മകനുടെ കൂട്ടുകാരി ആരാണെന്ന് ഉമ്മ അറിയണം. അതന്നെയാ ഉപ്പാന്റെ ഉമ്മാന്റെ ജോലി. ഉമ്മാന്റെ ജോലി ദോശ ഉള്ളത്, ചട്ടണി ഉണ്ടാക്കല്. ഉപ്പാന്റെ ജോലി രാവിലെ കുടി പോക്കി രാത്രി 10 മണിക്ക് വരുത്തി കടന്നു വാങ്ങല്. ഇതെല്ലാം ഉപ്പയും ഉമ്മയും. എന്റെ മോളെ പോകുന്നു, മോളെ പോകുന്നു, ഓലെ ഫോണിലൊക്കെ കൂട്ടുകാരുണ്ട്, എത്ര കൂട്ടുകാരികളുണ്ട്, എന്താ സംസാരിക്കുന്നത്, ഇതറിയാൻ ഉപ്പാന്റെ കടമയാണ്, ഉപ്പാന്റെ ഹക്കാണ്. ഇല്ലെങ്കിൽ നമ്മൾ പറയും എന്റെ മോൻ കുടിക്കുന്നില്ലപ്പ. നമ്മളെല്ലാം പറയുന്നൊരു വർത്താനാണ് എന്റെ മോൻ. അവൻ നൂഹ് നബിന്റെ മോനോ, എന്റെ മോനെ കള്ളൊന്നും കുടിക്കൂല, എന്റെ മോനെ കഞ്ചാവും കുടിക്കൂല. ഞാൻ അങ്ങനത്തെ തർബിയത്ത് കൊടുത്തിട്ടാ മോനെ വളർത്തുന്നത്. തർബിയത്ത് കൊടുക്കണം, മക്കളിൽ വിശ്വാസം വേണം, മക്കളെ നല്ലതായിരിക്കുമെന്ന ഉറപ്പുണ്ടാവണം. അതിന്റെ അപ്പുറത്തൊരു കടിഞ്ഞാൽ നമ്മുടെ കൈമലുണ്ടാവണം. അതിന് തെളിവായിട്ട് നൂഹ്നബിന്റെ മോനെ അല്ലാഹു നമുക്ക് പറഞ്ഞത്. നൂഹ്നബി പിടിക്കായിട്ടല്ല, എത്ര പിടിച്ചാലും ഇല്ലെങ്കിലും അപകടം പ്രവാചകന്റെ വീട്ടിലും സംഭവിച്ചേക്കാം. മോനെ വാ, കപ്പലിൽ കയറ്, കാഫറായിട്ട് ചത്തുപോകും. എന്താ പറഞ്ഞറിയോ? ബാപ്പാന്റെ പണി നോക്ക്, ആ മല കണ്ടോ, ഞാൻ ഇതിന്റെ മുകളിൽ കയറി രക്ഷപ്പെട്ടോളാം. കുറച്ച് കഴിയുമ്പോ കഴിഞ്ഞാൽ വിട്ടുപോയാൽ ആ വർത്താനം മക്കളെ നാവുന്ന കേൾക്കണം. അന്ന് നെഞ്ചു പൊട്ടും, അന്ന് തലയിലടിച്ച് ആർത്തളിച്ചിട്ട് കരയും, അന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് നീര് വരും, വേദനയുടെ നൊമ്പരത്തിന്റെ. കരഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല, പിടിക്കേണ്ട സമയം മക്കളെ പിടിച്ചിട്ടുണ്ടാവില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യശ്റബു ശാരിബ് ഹീന യശ്റബു വഹുവ മുഅ്മിൻ. ഒരു കള്ളുകുടിയൻ കള്ളു കുടിച്ച അവസ്ഥയിൽ മുഅ്മിനായിട്ടും കുടിക്കില്ല എന്ന് പറഞ്ഞാൽ കള്ളിന്റെ കോപം വാങ്ങി വെക്കുന്ന നേരം ഈമാൻ നൂരപ്പെടും. ആ അവസ്ഥയിൽ എങ്ങാനും ഒരുത്തൻ മരിച്ചാൽ അവൻ മുഅ്മിനല്ലാണ്ട് ചത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പ്രത്യേകം മഗ്ഫിറത്തും മറ്റും കൊടുക്കുന്ന ചില രാത്രികളെ സംബന്ധിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ശഅബാൻ 15 രാത്രി പോലെ ഒരു പ്രത്യേകതയുള്ള രാത്രിയാണ്. അന്ന് അള്ളാഹു പ്രത്യേകം ഉമ്മത്തിനെ എത്തി നോക്കുകയും മഗ്ഫിറത്ത് കൊടുക്കുകയും ചെയ്യുന്ന രാത്രിയാണ്. പക്ഷെ ചില ആളുകൾക്കൊഴികെ. അതിലൊന്ന് മുദ്മിനുഹം, കള്ളുകുടിയൻ. അള്ളാഹു പരിഗണിക്കില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലായിരിക്കും കള്ളുകുടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ടറിയോ? അള്ളാഹ്ക്ക് അത്ര വെറുപ്പുള്ള സംഗതിയാ ഈമാൻ എന്ന പരിശുദ്ധമായ ബഹുമതിയിൽ സ്ഥാനത്ത് നിൽക്കുന്ന അവസ്ഥയിൽ ഒരു കള്ളുകുടിയാകില്ല. കള്ളു കുടിച്ചു കഴിഞ്ഞു, ഓന്റെ പൂസ് പോയി, നേരെ ചൊവ്വയായി ബുദ്ധി തിരിച്ചു വന്നു, ഈമാൻ തിരിച്ചു കൊടുക്കും. പക്ഷെ തിരിച്ചു കൊടുക്കുന്നതിന് മുമ്പ് റൂഹ് പോയാൽ ഖാലിദീന ഫീഹാ അബദൻ, കാലാകാലം അവൻ നരകത്തിന്റെ വക്താവാണ്. എത്ര മുസ്ലിം നാമധാരികൾ അങ്ങനെ മരിച്ചിരിക്കുന്നു നമ്മുടെ നാട്ടിൽ കള്ളുകുടിച്ച്. കല്യാണ പാർട്ടിക്ക് വേണ്ടി വരുന്ന വഴിക്ക് ആക്സിഡന്റ്. കാരണം ഒരു ബുദ്ധി ഉണ്ടായില്ല. എന്താ ബുദ്ധിക്ക് പറ്റിയത്? അള്ള കൊടുത്തതിന് ഫ്രീ കിട്ടിയല്ലേ, ഓസി കിട്ടിയല്ലേ, അടിച്ച് പൂസായി, ബുദ്ധി പോയി. ഏതോ ലോറിക്കടി പോയിട്ട് കേറി അവൻ ചത്തു. ഈമാനില്ല. മുഅ്മിനായിട്ട് കള്ളുകുടിക്കാൻ പറ്റില്ല. ബഹുമാനപ്പെട്ട ഉലമാക്കൾ പറഞ്ഞു. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇജ്തനിബുൽ ഖംറ, കള്ളിനെ നിങ്ങൾ ഒഴിവാക്കിക്കോളൂ. അത് ഉള്ളിൽ പോയാൽ
അല്ല നിങ്ങളെ ബഹുമാനിച്ച ബുദ്ധി നഷ്ടപ്പെടും. അതെല്ലാ തോന്നിവാസികളുടെയും മാതാവാണ്. കണ്ണൂടിയനായിട്ടുള്ളവൻ വ്യഭിചരിക്കാൻ മടിക്കൂല. അള്ളാഹു കാക്കട്ടെ. വ്യഭിചരിക്കാൻ അവൻ മടിക്കൂല. വ്യഭിചാരം പോയിട്ട് അതിന്റെ ശിക്ഷയുടെ കടുപ്പെന്ന് അറിയൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് അനുവദിക്കപ്പെടാത്ത ഒരു പെണ്ണിനെ നീ തൊടുന്നതിനേക്കാളും നിനക്ക് നല്ലത് നിന്റെ തലയിൽ ഒരു ആണി അടിച്ചിറക്കലാണ് ജീവനോടെ. താങ്ങാൻ പറ്റുമോ? നിന്റെ തലയോട്ടിയിൽ ഒരു ആണി അടിച്ചിറക്കലാണ് നിനക്ക് നല്ലത് ഒരു അന്യ പെണ്ണിനെ തൊടുന്നതിനേക്കാൾ. മുസ്ലിം ഉമ്മത്തിന്റെ കൂടെ ഒരു ഗേൾഫ്രണ്ട് ഉണ്ട് തോളത്ത്. മോട്ടോർ ബൈക്കിന്റെ ബാക്കിൽ ഒരു ഗേൾഫ്രണ്ട് ഉണ്ട്. ആർക്കും ഒരു വിഷയമല്ല. ഇനി എതിർക്കുന്ന എതിർക്കുന്ന ഹബീബോ പഴമക്കാരൻ യാഥാർത്ഥികൻ 6-ാം നൂറ്റാണ്ടിന്റെ ദുനിയാവറിയാത്തവൻ പൂർവ്വമറിയാത്ത മന്ദബുദ്ധികൾ അങ്ങനെ പല വിമാനങ്ങളും ഹബീബുമാരും പറഞ്ഞു, നമുക്കറിയാം എങ്ങനെയാ ജീവിക്കേണ്ടതെന്ന്, നമുക്കറിയാം മക്കൾക്ക് എങ്ങനെയാ കൊടുക്കേണ്ടത് എന്ന്, എങ്ങനെയാ മക്കളെ സന്തോഷിപ്പിക്കേണ്ടതെന്ന് അറിയാൻ പ്രിയപ്പെട്ടവരെ. ഓരോരുത്തരും ചെയ്തു കൊണ്ടു ആകാശലോകത്തുള്ളവർ ദേഷ്യം വരും. അവന്റെ തീരുമാനവും നടപടിയുണ്ടാവും. കൂട്ടത്തിലെല്ലാം ലോകവും ചെയ്യും. അള്ളാഹു മനസ്സിലാക്കേണ്ട തൗഫീഖ് നസീബാക്കി തരട്ടെ. നമുക്കറിയാം, നമ്മൾ പറയുന്നത് മൗലാലി പറയണ്ട ഉമ്മുൽ ഖബായിസ്. ഉമ്മുൽ ഖബായിസ് ചിലപ്പം ചെറിയൊരു ഗുളിക അടിച്ചിട്ടായിരിക്കും പുറത്തേക്ക് വരിക. ഇതിന്റെ പേര് ചെറിയ ഗുളിക. ചെറിയ ഗുളികയല്ലേ നമുക്ക് ശരിയാക്കാം. പക്ഷെ എപ്പോഴാ ചെറിയ ഗുളികന്റെ അപകടം മനസ്സിലാവാന്നറിയോ? രാത്രി 2 മണിക്ക് ഉമ്മാന്റെ തലഭാഗത്ത് ഇരുന്നിട്ട് കഴുത്തിൽ ഞാൻ കത്തി വെക്കും. അല്ലാഹു കാക്കട്ടെ. ഉമ്മാന്റെ കഴുത്തിന്, എടാ നിന്നെ ഗർഭം ധരിച്ച നിന്റെ മാതാവാണിത്, നിന്നെ മൊന്ന് പ്രസവിച്ച നിന്റെ ഉമ്മ, നിനക്ക് പരിപിടിച്ച അവസരമായി കാണുമ്പം രാത്രിയിൽ ഉറങ്ങാതെ നിന്നെ തടകി തന്ന നിന്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ ചിലപ്പോ പല്ലിടിച്ചിട്ട് ചിരിക്കും നമ്മളെ മുഖത്ത് നോക്കിയിട്ട്. ഉമ്മാന്റെ കഴുത്തിന് കത്തിച്ചിട്ട് പറയും, ഉടവകാണല്ലോ പൈസ എടുക്ക്. അന്നേരം തിരിയും മെമ്പറിന്റെ മോൾ ഒച്ചകിട്ട ഇമാമിന്റെ വാക്കിന്റെ വില. ഇമാമിന്റെ വില തിരിയണ്ട, തിരിഞ്ഞിട്ട് കാര്യമില്ല. ഇമാമ് പറഞ്ഞ ഹദീസിന്റെയും ആയത്തിന്റെയും വില കത്തി കഴുത്തിന് വന്നു നിൽക്കുമ്പോൾ തിരിയും. അങ്ങനെ വന്നു നിന്നവരുണ്ട്. പിതാവിന്റെ ഉപ്പാന്റെ വയറ്റത്ത് കമ്പിപ്പാറ കുത്തിയാക്കിയവരുണ്ട്. ഒരു കുപ്പി കണ്ണ് വാങ്ങാനുള്ള കാശ് കൊടുക്കാത്തതിന്റെ മയക്കുമരുന്ന് അടിമപ്പെട്ട 8-ാം ക്ലാസ്സുകാരൻ, മയക്കുമരുന്നിൽപ്പെട്ട 8-ാം ക്ലാസ്സുകാരൻ, 14-13 വയസ്സുള്ള ചെറുപ്പക്കാരൻ, പിഞ്ചു പൈതല് ഉപ്പാന്റെ വയറ്റത്ത് കമ്പിപ്പാറ കുത്തിയിറക്കി ഉപ്പാനെ കൊന്നു. ആ വൃത്തികെട്ടവൻ എങ്ങനെറിയോ? അള്ള കൊടുത്ത ആക്കരി നശിപ്പിക്കുന്നെന്തോ സാധനം ഉള്ളിൽ പോയി. ആ ഉപ്പ നോക്കിയില്ലായി. ആ ഉപ്പ എന്താ വിചാരിച്ചറിയോ? കുഴപ്പമില്ല. നിങ്ങൾ എന്താക്കണ്ട, കുഴപ്പമില്ല, തിരക്കുകളില്ല, പറയണ്ട, നിരീക്ഷിച്ചു നിന്നോടെ, സൂക്ഷിച്ചു നിന്നോടെ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമ്മുൽ ഖബാഇ, എല്ലാ തിന്മകളുടെയും മാതാവാണ്. വ്യഭിചാരം നടക്കും. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ, എവിടെയെല്ലാം കള്ളുകുടിയുണ്ടോ അവിടെയെല്ലാം തൊഴിലുന്ന പെണ്ണുണ്ട് നമ്മുടെ നാട്ടില്, പ്രത്യേകിച്ചും മലമുകളിൽ. വെറുതെ ആ മല ഇടിഞ്ഞു വരുന്നു, വെറുതെ ഇത്രയും വലിയ പാടത്തിട്ട് വന്ന് വീടും നാടും വീടും എല്ലാം കൂടി നശിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ കുറെ സംഭവങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലൊരു സംഭവം എന്താ അറിയോ? നൂഹ് നബിന്റെ നൂഹിന്റെ നൂഹ് നബി കപ്പലുണ്ടാക്കാൻ നോക്കി. നൂഹ് നബി പറഞ്ഞു വന്നാൽ അല്ലാഹുവേ മതി, ലാ തദർ അലൽ അർദി മിനൽ കാഫിരീന ദയ്യാറ. ഞാൻ കുറെ പറഞ്ഞു, കേൾക്കുന്നില്ല, നശിപ്പിച്ചേക്ക്. അല്ലാഹുവിന്റെ ഓർഡർ എന്താ അറിയോ? നൂഹേ, ദുആ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. വലാ തുഖാതിബനി ഫിൽ ലദീന ളലമു ഇന്നഹും മുഗ്റഖൂൻ. ഇനി എന്നോട് ഇവരുടെ വിഷയത്തിൽ നീ ഒന്നും പറയാൻ പാടില്ല. ഞാൻ തീരുമാനമെടുത്തു, എന്റെ നടപടി വരാൻ പോവാ. വന്നു കഴിയുമ്പോ അല്ലാഹുവേ എന്റെ ഇത് എന്ന് നീ പറയാൻ നിൽക്കരുത്. ഇല്ല റബ്ബേ, പറയില്ല. നൂഹ് നബിയോട് അല്ലാഹു പറഞ്ഞു കാത്തിരിക്കാൻ. അല്ലാഹു പറഞ്ഞു, നൂഹേ, നീ ആ മലന്റെ മുകളിൽ പോയിട്ട് ഒരു കപ്പൽ ഉണ്ടാക്കുക. പ്രിയപ്പെട്ടവർ, ഇതൊന്നും അള്ള കാണുന്നില്ല നമ്മൾ വിചാരിക്കുന്നു. നമ്മൾ ഈ കള്ളുകുടിയും കഞ്ചാവും പെണ്ണുകുടിയുമായിട്ട് സമൂഹം ഇങ്ങനെ പോയാലും അതിങ്ങനെ പോയിക്കോളും. ഇല്ല പ്രിയപ്പെട്ടവരെ, ഇല്ല. നിരീക്ഷിക്കുമ്പോൾ ഇത്ര 2 മോളില്
അല്ല പറഞ്ഞു നീ കപ്പലുണ്ടാക്ക്, കപ്പലുണ്ടാക്കാൻ തുടങ്ങി. എഞ്ചിനീയറിംഗ് ഞാൻ തരാം, നീ ഉണ്ടാക്കിയാൽ മതി, നീ ആശാരിപ്പണി എടുത്താൽ മതി, അതെങ്ങനെ എത്ര വലുപ്പം ഞാൻ പറഞ്ഞുതരാം. കപ്പലുണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ നാട്ടിലെ പ്രമാണിമാര് വന്നു, നാട്ടിലെ പ്രമാണികൾ, കള്ളുകുടിയന്മാര്, ഷിർക്കിന്റെ വക്താക്കൾ, പെണ്ണുപിടിയന്മാർ, ഒരു ബോധമില്ല, കണ്ടുപോയാൽ പിന്നെ ഒരു ബോധം ഉണ്ടാവില്ല. ചോദിക്കും, നബി കപ്പലുണ്ടാക്കുന്നുണ്ട്, അടുത്തുകൂടി നടന്നു പോയി, നൂഹേ ഭ്രാന്ത, നൂഹ നിനക്ക് ഭ്രാന്ത, ഈ മലന്റെ മുകളിൽ നീ എന്തിനാ കപ്പലുണ്ടാക്കുന്നു? മലന്റെ മുകളിൽ നിന്ന് ആരെയൊക്കെ കപ്പല് വെള്ളത്തിലേക്ക് കൊണ്ടുതരിക? മലന്റെ മുകളിൽ കപ്പലുണ്ടാക്കുക, കപ്പലുണ്ടാക്കുന്ന തുറമുഖം കണക്കറിയില്ലല്ലോ വേണ്ടത്, എന്നാലേ പെട്ടെന്ന് മുന്തി വെള്ളത്തിലേക്ക് ഇടാൻ പറ്റുള്ളൂ. നീ എന്ത് പൊട്ടത്തിനായി കാണിക്കുന്നു? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നോക്കിയിട്ട് പറയും, ഇൻ തസ്ഖറു മിന്നാ ഫഇന്നാ നസ്ഖറു മിൻകും കമാ തസ്ഖറൂൻ. കളിയാക്കാണല്ലേ, ഒരു ദിവസം ഞാൻ നിങ്ങളെയും തിരിച്ചു കളിയാക്കും. കള്ളിനെതിരെ, മയക്കുമെതിരെ ഇമാമികൾ സംസാരിക്കുമ്പോൾ, ദീനിന്റെ പ്രവർത്തകരും പ്രബോധകരും സംസാരിക്കുമ്പോൾ ചില മുതലാളിമാര് അവരെ തള്ളിയിട്ട് പോയി. ഉറപ്പാ 6-ാം നൂറ്റാണ്ടിന്റെ ആൾക്കാർ, പുതിയ കാലായി. കള്ളിലാണ് ഇങ്ങനെ മംഗൾ നടത്തുക, കള്ളിലാണ് ഇങ്ങനെ ഒരു പരിപാടി എടുത്ത വീട്ടിൽ. പിന്നെ ചെറുപ്പക്കാര് അവരുടെ ഇതിന്റെ ഒരു ഗുളികല്ല, 2 മണിക്കൂർ ശരിയായിക്കോളല്ലോ. പറഞ്ഞു, കളിയാക്കാണല്ലേ, വരട്ടെ. കാത്തിരുന്നു, കാത്തിരുന്നോളൂ, നമ്മുടെ കൂടെ കാത്തിരിക്കുന്നുണ്ട്. നൂഹ് നബിയുടെ ഖൗം കാത്തിരിക്കാൻ തുടങ്ങി. ഒരു സുപ്രഭാതത്തിൽ നൂഹ് നബിയും ആൾക്കാരും കാണുന്നു, അന്തരീക്ഷം ഇരുട്ട് മൂടാൻ തുടങ്ങി, കാർമേഘത്തിന്റെ കറുപ്പ് വന്ന് നാടുകൾ വിഴുങ്ങാൻ തുടങ്ങി. ആളുകൾക്ക് പരസ്പരം കാണാത്ത രീതിയിൽ സൂര്യന്റെ പ്രകാശത്തെ മറച്ച് കാർമേഘത്തിന്റെ മലകൾ പോലത്തെ കൂട്ടം തുടങ്ങി. ആളുകൾക്ക് നിൽക്കത്തള്ളിയില്ലാതെയായി. അരവര വെള്ളത്തില്, കരുത്തുവര വെള്ളത്തില്, മരങ്ങള് വെള്ളത്തില്, മലകളുടെ കൊട്ടാരങ്ങൾ വെള്ളത്തില്. ഇതാ വെള്ളം കയറുന്നു പർവ്വതത്തിന്റെ മുകളിലേക്ക്. കപ്പലുണ്ടാക്കിയ പർവ്വതത്തിന്റെ മുകളിൽ വരെ വെള്ളപ്പൊക്കം വന്നു. ആരും തൊടാതെ, ആരും തള്ളാതെ നൂറുണ്ടാക്കിയ അതിഗംഭീരമായ കപ്പൽ അള്ളാഹു വെള്ളത്തിലേക്ക് അങ്ങനെ തന്നെ ഇറക്കി. കാത്തിരുന്നോരെല്ലാം ഇപ്പൊ വെള്ളത്തിന്റെ അടിയിലാണ്. അള്ളാഹു വന്നിട്ടറിയോ എങ്ങനത്തെ കടലുണ്ടായിന്നറിയോ? ഭൂമിയില് മൗജൻ വലിയ ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം വിശ്വാസികളെയും അതേപോലെ തന്നെ മൃഗങ്ങളിൽപ്പെട്ട ചില ഇണകളൊന്നും നൂഹ് കപ്പൽ കേട്ടിട്ടുണ്ടായിരുന്നു. കപ്പൽ അങ്ങനെ ഇറങ്ങി, വലിയത്തെ ചിരിപ്പിക്കും. ആ കപ്പൽ അവരെയും കൊണ്ട് സഞ്ചരിക്കാൻ തുടങ്ങി. പർവ്വതങ്ങളൊക്കെയുള്ള തിരമാലകളെ വകഞ്ഞു മാറ്റിക്കൊണ്ട്. കളി ആരോട് വേണ്ടാന്ന്? സൃഷ്ടിച്ച റബ്ബിനോട് വേണ്ടെന്നായി പറഞ്ഞു. കപ്പലിറങ്ങി. അല്ലാഹു റബ്ബുൽ ഇസ്സ ഒരു രാജ്യത്തെ, ലോകത്തെ മുഴുവൻ വെള്ളത്തിനടിയിലാക്കുന്ന തീർത്തു കളഞ്ഞു. എന്തുകൊണ്ടറിയോ? പറയുന്ന കാര്യം ഈ പറയുന്നവരും കേൾക്കുന്നവരും ഒക്കെ അനുസരിക്കണം. കാരണം അള്ളാന്റെ വാക്കാണ്. ലോകം മുഴുവൻ തുടച്ച് വൃത്തിയാക്കി റബ്ബ്. അതുകൊണ്ട് നൂഹ് നബിക്ക് ഒരു പേര് വന്നത് അബ്ദുൽ ബഷർ, മനുഷ്യ പിതാവ്. ആദ്യത്തെ പിതാവ് ആദം, രണ്ടാമത്തത് നൂഹ് അലൈഹിസ്സലാം. എന്തുകൊണ്ടറിയോ? ദുനിയാവിൽ എല്ലാത്തിനും തീർത്തിട്ട് ഒരു പുതിയ ആൾക്കാർ അള്ളാഹു കൊണ്ടുവന്നു. അപ്പം അറിയപ്പെട്ട അദ്ദേഹം അബ്ദുൽ ബഷർ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, കള്ള്, ലഹരി വസ്തുക്കള്, ഉമ്മുൽ ഖബായിസ്, എല്ലാ തിന്മകളുടെയും മാതാവാണ്. അവിടെ വിചാരം ഉണ്ടാവും, അതിൽ കൊലപാതകം ഉണ്ടാവും, അതിൽ കൊലപാതകം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ട് കാലത്തെ ഒരു ആബിദിനെ സംബന്ധിച്ച് പറഞ്ഞു. ഒരു പെണ്ണയാളെ ഒരാളെ കൊല്ലാൻ വേണ്ടി നിർബന്ധിച്ചു. ഹദീസിന്റെ സാരം പറയാം. ഒരു പെണ്ണ് ഒരാളെ കൊല്ലാൻ വേണ്ടി നിർബന്ധിച്ചു. അയാൾ തയ്യാറായില്ല. ഇവിടെ ദിവസവും വന്നിട്ട് പറയും, ഒരു ദിവസം ഇവളെ ഭീഷണിപ്പെടുത്തി, നിങ്ങളത് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ വിഷയത്തിൽ അപവാദം പറഞ്ഞു വരുത്തും. എനിക്ക് കൊല്ലാൻ കഴിയില്ല. അവള് പറഞ്ഞു, ഒരു ഗ്ലാസിൽ കപ്പിൽ കള്ള് കൊടുത്തിട്ട് ഇത് കുടിക്കും.
അയാളത് കുളിച്ചു. അയാളെ കുളിച്ചതിന് ശേഷം അയാളെ ബുദ്ധിപോയി, അക്കല് പോയി. അയാളെ പെണ്ണ് വ്യഭിചരിച്ചു. വ്യഭിചാരം നടക്കുമ്പോ ആ പെണ്ണിന്റെ അടിമച്ചക്കൻ കടന്നു വന്നു. ഇയാള് അത് ആരും അറിയാണ്ടിരിക്കാൻ ഓനെ കൊല്ലുകയും ചെയ്തു. ആ പെണ്ണ് ആഗ്രഹിച്ചതും നടന്നു. ഇയാള് കണ്ടും കുടിച്ചു, വ്യഭിചാരവും ചെയ്തു, കൊലപാതകവും ചെയ്തു. ഉമ്മുൽ ഖബാഇ. അങ്ങനെ കെട്ടിറങ്ങും. ഈ സംഭവം പോവല്ലോ, മത്ത് പോയി, അക്കരെ തിരിച്ചു വന്നു. ടെൻഷൻ വരും. അപ്പോഴേക്കും സംഭവിക്കേണ്ടതെല്ലാം സംഭവിച്ചിട്ടുണ്ടാവും. ബഹുമാനപ്പെട്ട ഉലമാക്കൾ പറഞ്ഞു, കള്ളിന്റെ പോലെ തന്നെയാണ് വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്ന ഇന്ന് ദുനിയാവിൽ കിട്ടുന്ന മയക്കുമരുന്നുകളും. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയിൽ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാം. അള്ളാഹു എന്നെയും നിങ്ങളെയും നമ്മുടെ കുടുംബത്തെയും കാക്കട്ടെ. ഈ സമൂഹത്തെ, ഈ സമുദായത്തെ എല്ലാവിധ ദുഷിച്ച സ്വഭാവങ്ങളിൽ നിന്നും മോശത്തരങ്ങളിൽ നിന്നും കാത്ത് ഇസ്സത്തും സമാധാനവും സ്നേഹവും നസീബാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد فيا أيها الناس أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. 3 വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്റെയും നിങ്ങളുടെയും ഓർമ്മയിൽ പെടുത്താനുണ്ട്. അതിലൊന്ന്, ശിർക്ക് അതിന്റെ എല്ലാ വാതിലുകളും തുറന്ന് പുറത്തു വന്നിരിക്കുന്നു. ഇനിയും ചിന്തിക്കാതിരുന്നാൽ, ഇനിയും പ്രവർത്തിക്കാതിരുന്നാൽ അപകടമായിരിക്കും. എത്രത്തോളം എത്തിയെന്നറിയോ? ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞോ ഇല്ലെന്ന് അറിയില്ല. നമ്മുടെ നാട്ടിൽ ഈ കഴിഞ്ഞ ദിവസം ഒരു മാപ്പിളപ്പാട്ട് പുറത്തു വന്നു. ഇതെന്താ പാടുന്നറിയോ? ആരാ ചോദിക്കുന്നത്? നമ്മളെ റബ്ബ് ആരാണ്? നമ്മളെ പടച്ചോൻ ആരാണ്? ഓൻ പാടുക, നമ്മളെ പടച്ചോൻ CM ആണ്, നമ്മളെ പടച്ചോൻ CM ആണ്. تكاد السماوات يتفطرن منه وتنشق الأرض وتخر الجبال حتى أن دعوا للرحمن ولدا. അല്ലാഹു പറഞ്ഞു, ആകാശം പൊട്ടിപ്പിളരാൻ പോവാൻ, ഭൂമി കീറിപ്പോവാൻ പോവാൻ, പർവ്വതങ്ങൾ തകരാൻ പോവാൻ. എന്താ സംഗതി അറിയോ? നസാറാക്കൾ എനിക്ക് മകനുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. അള്ളാഹ്ക്ക് മോനുണ്ട് എന്ന് നസാറാക്കൾ പറഞ്ഞതിന്റെ ദേഷ്യം അള്ളാഹു പറഞ്ഞത്. എങ്കിൽ അള്ളാഹിനെ പോലെ റബ്ബുണ്ടെന്ന് പറഞ്ഞവർക്കുള്ള അള്ളാഹിന്റെ ദേഷ്യം എന്തായിരിക്കും? അവരെ തടഞ്ഞിട്ടില്ലെങ്കിൽ, ഈ തലയെക്കെട്ടും തലപ്പാവും താടിയും വെച്ച ഉസ്താദെന്നോ മൗലവിയെന്നോ മുസ്താദെന്നോ പറയുന്ന ടീമിനെ തടഞ്ഞിട്ടില്ലെങ്കിൽ ഇനിയും മലകളുമുണ്ട്. ഇനിയും മലവെള്ളപ്പാറ്റിൽ കുത്തി ഒളിച്ചു വരും. ഇനിയും ഒരുപാട് കരച്ചിലും മയ്യത്തുകളും നമ്മൾ കാണേണ്ടി വരും. കാരണം അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഏറ്റവും വെറുപ്പുള്ള സംഗതിയാണ് ശിർക്ക്. അതിതാ എല്ലാ വാതിലും പൊളിച്ച് പുറത്തു വരുന്നു. രക്ഷപ്പെട്ടു. കാല് പിടിച്ചിട്ട് പറയാം, എന്റെ ശബ്ദം കേൾക്കുന്ന മടക്കേരിയിലെ യുവാക്കളെ, കാല് പിടിച്ചിട്ട് പറയാം, രക്ഷപ്പെട്ടു. അള്ളാഹുവിലേക്ക് മടങ്ങിക്കോളെ. സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ്, ആരോഗ്യം തന്നവൻ അള്ളാഹുവാണ്, കാര്യങ്ങൾ നടത്തിത്തരുന്നവൻ അള്ളാഹുവാണ്. ദുനിയാ ഭൂമിയും ആകാശവും സർവ്വതും അള്ളാന്റെ മാത്രമാണ്. റബ്ബ് അവൻ മാത്രമാണ്. അതുകൊണ്ട് ഇബാദത്ത് അവന് മാത്രമാണ്. ഒരാൾക്കും കൊടുക്കരുത്. ഏതുവരെ? നിങ്ങളെ കയ്യിലോ അരയിലോ കഴുത്തിലോ ഉള്ള ഒരു ചരട് വരെ അള്ളാഹ്ക്ക് ഏറ്റവും ഉറപ്പുള്ള സംഗതിയാണ്. ഊരി മാറ്റിക്കോളെ. ആരും പറഞ്ഞുതരാനുണ്ടാവില്ല. ചിലപ്പോ ഒരു വാശി, അങ്ങനെ സെലഫികൾ പറഞ്ഞിട്ട് നമ്മൾ മാറ്റണ്ട. അങ്ങനെ മുജാഹിദിന്റെ പള്ളിയിലെ കത്തി പറഞ്ഞ് നമ്മൾ മാറ്റണ്ട. അനാവശ്യ വാശിക്കൊന്നും നിൽക്കണ്ട. ആഖിറത്തിൽ ആരും ആരെയും നോക്കാനുണ്ടാവില്ല. എന്റെ കോടതിയിൽ നിങ്ങൾ ഒറ്റയ്ക്ക് വരുള്ളൂ. യാ ഫാത്തിമത ബിൻത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദിന്റെ മോള് ഫാത്തിമ, ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈഅ. നിന്റെ ബാപ്പ അല്ലാഹുവിന്റെ ഹബീബാണ്, റസൂലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ കൂടെ പേര് എഴുതപ്പെട്ടവനാണ്. പക്ഷെ നാളെ ആഖിറത്തിൽ നിനക്ക് ഒരു ഉപകാരവും ഞാൻ ചെയ്യൂല. പിന്നെ ആര് ഉപകാരം ചെയ്യും നമ്മൾ വിചാരിക്കുന്നു? അൻഖിദി നഫ്സകി മിനന്നാർ, നീ നിന്നെ നരകത്തിൽ നിന്ന് സൂക്ഷിച്ചോളി. നരകത്തിലേക്ക് എത്തുന്ന ആദ്യത്തെ വഴി. 2ാമത്തെ കാര്യം, പ്രിയപ്പെട്ടവരെ,
രോഗങ്ങൾ കൊണ്ട് പലരും പരീക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഒരു പക്ഷേ കാലാവസ്ഥൻ്റെതായിരിക്കാം. നമ്മളെ പള്ളിയിൽ വരുന്ന സിദ്ദീഖ് സാഹിബ്, അതേപോലെ നമ്മുടെ ഇവിടുത്തെ ചെറുപ്പക്കാരിൽപ്പെട്ട പലരും രോഗികളാണ്. ദുആ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി. എന്തുകൊണ്ടാണെന്നറിയോ? മറ്റുള്ളവർക്ക് വേണ്ടി അവരറിയാതെ ചെയ്യുന്ന ദുആ നമുക്ക് ഉപകാരപ്പെടും. അള്ളാഹു ആ പരീക്ഷണത്തിൽ നിന്നും നമ്മളെ കാക്കാൻ അത് കാരണമായി മാറും. അള്ളാഹു എല്ലാവർക്കും ശിഫാഉം സിഹ്ഹത്തും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, വേദനിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അവരെയും നമ്മയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. മൂന്നാമത്തെ ഒരു കാര്യം, ഇതിനു മുമ്പ് നമ്മളെ പള്ളിയിൽ ഖത്തീമായിട്ടുണ്ടായിരുന്ന ഒരു മുനിയൻ വിദ്യാർത്ഥി, ഗൂഡല്ലൂരുകാരൻ, നമുക്കറിയായിരിക്കും. അദ്ദേഹത്തിന്റെ ഒരു വോയിസ് ഇന്നലെ വന്നു. അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള ഒരു ചെറുപ്പക്കാരൻ, ദീനി പ്രവർത്തകനാണ്, വഹീദാണ്, 33 വയസ്സ്, 2 കിഡ്നിയും ഫെയിലായി. അല്ലാഹു കാക്കട്ടെ. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. തന്ന റബ്ബ് ചിലപ്പോൾ പറയാണ് മതി മതി എന്ന് പറഞ്ഞാൽ ഇല്ല, വേണമെന്ന് പറയാൻ വാശി പിടിച്ച് പറയാം, പക്ഷെ വാശി പിടിച്ചെടുക്കാൻ ആർക്കും കഴിയില്ല. 33 വയസ്സുള്ള ചെറുപ്പക്കാരൻ. നമുക്ക് വലിയ പാഠം. വലിയ കളിയൊന്നും കളിക്കണ്ട കേട്ടോ. അത് ജസ്റ്റ് ഞാനൊന്ന് കട്ട് ചെയ്താൽ മതി, നീ കടന്നു പോകും. അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിദായത്ത് കിട്ടിയതിന് ശേഷം, ഒരാൾ മുസ്ലിം ആയതിനു ശേഷം അയാൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് അൽ-ആഫിയ. അൽ-ആഫിയ, ശരീരത്തിന്റെ ആരോഗ്യമാണ്. അത് പോയാൽ എല്ലാം പോയി. 10 ലക്ഷം രൂപയോളം വേണം കിഡ്നി മാറ്റി വെക്കാൻ. അവന്റെ ഉപ്പ കൊടുക്കാന്ന് പറഞ്ഞു. അതല്ലേ ഉപ്പ. 33 വയസ്സുള്ള മോന്റെ ആ ബുദ്ധിമുട്ട് ആ ഉപ്പാന്റെ ഉറക്കം കെടുത്തിയിട്ടുണ്ടാവും. അള്ളാഹു ഷഫിയായി കൊടുക്കട്ടെ. ഉപ്പ കൊടുക്കാന്ന് പറഞ്ഞു. 6 ലക്ഷത്തോളം രൂപ കിട്ടി. ഇനിയും ബാക്കി 4 അല്ലെങ്കിൽ 3 ലക്ഷം കിട്ടാനുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഒന്ന് പറയണം, ആൾക്കാരോടൊന്ന് സഹായിക്കണം പ്രിയപ്പെട്ടവരെ. നമ്മളെ കൈമിൽ എന്തുണ്ട്, നമുക്ക് എത്ര പറ്റുന്നുള്ളത് നമുക്കറിയാമല്ലോ. നമ്മുടെ റബ്ബിനും അറിയാം. അതിന്റെ ഒരു ഗുണം എന്താ അറിയോ? അസ്സദഖതു റദ്ദുൽ ബലായ. അത് പണ്ടാരത്തിൽ എഴുതി വെക്കാറുണ്ട്, ഹദീസ് അല്ല. അസ്സദഖതു റദ്ദുൽ ബലായ. നിങ്ങൾ സദഖ ചെയ്യും, പരീക്ഷണങ്ങളെ അത് തടയും. ഇതേപോലത്തെ സന്ദർഭം വരുമ്പം കൊടുക്കും. അവർക്കൊരു സന്തോഷം, നമുക്ക് അല്ലാഹുവിന്റെ കാവൽ. അതുകൊണ്ട് എത്ര ഒന്നും പറയുന്നില്ല, കഴിവിന്റെ പരമാവധി കഴിയും പോലെ സഹായിക്കും. അള്ളാഹു എന്നെയും നിങ്ങളെയും പകരം സഹായിക്കട്ടെ. വേറൊരാളുണ്ട്, എൻ്റെ ഒരു ചങ്ങാതിയുണ്ട്, തിരുവനന്തപുരത്തുള്ള ഷിബു എന്ന് പറയുന്ന, 2 വയസ്സുണ്ട്. നമ്മളെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലത്തെ ആളാണ്. അദ്ദേഹം ഇതേ പ്രശ്നത്തിൽ ചികിത്സയിലാണ്. കിഡ്നി ആരുടെയോ കിട്ടി, അത് മാറ്റി വെക്കാനുള്ള തയ്യാറെടുപ്പിൽ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞു, കാത്തിരിക്കണം. അള്ളാഹു അദ്ദേഹത്തിന് ഷിഫ കൊടുക്കട്ടെ. അദ്ദേഹത്തിന് 2 ചെറിയ മക്കളേ ഉള്ളൂ. അള്ളാഹു എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീക്കി ആരോഗ്യമുള്ള, ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു അവർക്കും നമുക്കും നസീബാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, മതിമറക്കരുത്, അഹങ്കാരികളാവരുത്, ധിക്കാരം കാണിക്കരുത്. അടങ്ങി വിനയാന്വിതരായി യാചിച്ച് താണക്കേണപേക്ഷിച്ച് ഒരടിമയെപ്പോലെ ദുനിയാവിൽ ജീവിക്കണം. എല്ലാം അള്ളാഹു തരും. നെഞ്ചും പിരിച്ച് തലയും പൊക്കി പിടിച്ചാൽ ചിലപ്പോൾ അള്ളാഹു ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്താൻ ആരുണ്ടാവില്ല. അള്ളാഹു നമുക്ക് മാപ്പ് വരട്ടെ. വന്നുപോയ തെറ്റുകൾ അള്ളാഹു പൊരുത്തപ്പെട്ടു തരട്ടെ. ألا وإن الله أمرنا بالصلاة والسلام على نبينا ورسولنا محمد صلى الله عليه وسلم. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم ارض عن خلفاء الراشدين وأفضل أمراء المرشدين، عن أبي بكر وعمر وعثمان وعلي رضي الله عنهم أجمعين، وعن بقية الصحابة والقرابة أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين وانصر الإسلام والمسلمين والمجاهدين في سبيلك يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. أقول قولي هذا وأستغفر الله العظيم لي ولكم ولجميع المؤمنين والمسلمين أجمعين، فاستغفروه إنه هو الغفور الرحيم.